ചേത്തല ശാവേശ്ശേരി ശ്രീനാരായണ ഗുരുപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ സദ്യലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആദ്യം മുതലേ പറയുന്നതാണ്, ഇത് കുറേശ്ശെ സ്ഥലം വാങ്ങാൻ പോകണ്ട. ആ പൈസ ഉണ്ടാക്കി കൊടുത്തത് അതിപ്പോൾ സാറൊന്നുമില്ല, അവരെല്ലാം കൂടി കൊണ്ടുപോയി എന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് മൊത്തം അഡ്വാൻസ് കരാർ എഴുതാൻ പറഞ്ഞതാണ്. ആ പൈസ കൊടുത്തിട്ടേ നമ്മൾ വസ്തു കരാർ എഴുതി കഴിഞ്ഞാൽ വാങ്ങണം. അപ്പോൾ ആ ജനത്തിനോട് പറയുമ്പോൾ അവർക്ക് ആ ബോധമുണ്ടാകും. ഇത് കുറേശ്ശെ വാങ്ങിയാൽ മതി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും എല്ലാം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കുള്ള പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷേ ഇത് അന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നോട് മോഹൻ സാർ പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ പൂജ്യം 1,00,000 രൂപ ഇനി തന്നേച്ചാൽ മതി, ഞാൻ ഈ വസ്തു തരാമെന്ന് എന്നോട് പറഞ്ഞതാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം പറയുന്നത്. പക്ഷെ അത് ആരും ഉൾക്കൊള്ളാൻ തയ്യാറില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വില കൊടുക്കണം, അല്ലാതെ ആരെങ്കിലും വസ്തു വരും. പക്ഷെ അതല്ല, അതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ പൈസ കണ്ടെത്താനുള്ള ഒരു മാർഗം കണ്ടെത്തണം. ഇനി ചെയ്തേണ്ട പോകേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ക്ഷേത്രം പൊളിച്ച് പണിയണം, തയ്യോല് പണിയണം, രണ്ടാമതൊക്കെ ചെയ്യണം. ഇതെല്ലാം രണ്ടാമതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടത് വരും. അത് വേറെ പ്രശ്നം, സ്ഥലം വേണ്ടേ. ചേത്തല ശാവേശ്ശേരി ശ്രീനാരായണപുരം ഗുരുപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ നിർമ്മാണം പൂർത്തിയായ സദ്യലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ദേവസ്വം പ്രസിഡന്റ് PS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി KV തങ്കപ്പൻ സ്വാഗതവും ദേവസ്വം ഖജാൻജി ജനാർദ്ദൻ K നന്ദിയും പറഞ്ഞു. സുജാത ഗോപിനാഥ് മുണ്ടിച്ചിറ ഭദ്രദേവ് പ്രകാശനം നിർവഹിച്ചു. ബ്രഹ്മശ്രീ സുഗതൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുതുകുളം സോമനാഥ്, PS ശ്രീകുമാർ, ആശാ മുകേഷ്, A അജയ്, B സുദർശനൻ എന്നിവർ സംസാരിച്ചു. ഞാൻ ചേത്തനാപുരത്തിലെ ഓരോ കാര്യങ്ങളും കണ്ടു വളർന്നതാണ്. എനിക്ക് 10 വയസ്സോടൊപ്പം ഇപ്പോഴത്തെ കല്യാണം കണ്ടതാണ്. നിങ്ങൾ കണ്ടു കാണുന്ന ചേത്തനാപുരത്തിൽ തെക്ക് വശത്ത് അവിടെ കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് 10 വർഷമായി. ഒരു കല്യാണം പോലും ഞാൻ നടന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചെറിയൊരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ഉയർച്ച അതിവിടുത്തെ ഭരണസമിതിയുടെയും ഭക്തരായ നാട്ടുകാരുടെയും സഹകരണം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനിയും ഉന്നതങ്ങളിലോട്ട് പോകാം. അതിനുള്ള കഴിവുറ്റ ഭരണസമിതിയാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കണം.